ഹലോ ഗായ്സ്, വെൽക്കം ടു മോപ്പീസ് ലൈറ്റ്. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഒരുപാട് ടിസ്റ്റുകളിലൂടെയാണ് നമ്മുടെ കഥാനായകൻ കടന്നു പോകുന്നത്. മറ്റൊരു യൂട്യൂബേഴ്സും ചെയ്യാത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. ആദ്യമായി നമ്മുടെ ചാനലിൽ തന്നെയാണ് ഈ വീഡിയോ വരുന്നത്. സ്റ്റോറി ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും തീർച്ചയായും മുഴുവനായും കാണുമല്ലോ. നമുക്ക് കഥയിലേക്ക് കടക്കാം. നിലാവിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ആ വലിയ ബംഗ്ലാവ് കൂടുതൽ ഭീമാകാരമായി തോന്നുന്നുണ്ട്. സിറ്റൗട്ടിൽ ഒരു ചാരുകസേരയിൽ ഒരു വയസ്കൻ ഇരിക്കുന്നു. അയാളാണ് ആൽഫ്രഡ്, നമ്മുടെ കഥാനായകൻ. രാത്രിയിലും തൊപ്പിയും കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ചാണ് അദ്ദേഹം ഇരിക്കുന്നത്. പെട്ടെന്ന് ടീപ്പോയിൽ നിന്നും ഒരു പേപ്പർ പുറത്തേക്ക് പറന്നു വീണു. ആൽഫ്രഡ് വളരെ ധൃതിയിൽ ഓടിച്ചെന്നാണ് ആ പേപ്പർ എടുക്കുന്നത്. അയാളത് തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ട്. അതിൽ പറ്റിപ്പിടിച്ച പൊടികളെല്ലാം തട്ടിക്കളഞ്ഞ് ഭാഗികമായി കത്തിത്തീർന്ന ആ പേപ്പർ പോക്കറ്റിലിടുന്നു. ഒറ്റപ്പെട്ട ആ ബംഗ്ലാവിൻ്റെ ഗേറ്റ് കൂടുതൽ ഭീതിപ്പെടുത്തുന്നതാണ്. കാട്ടുമുളകൾ തിങ്ങി നിറഞ്ഞതുകൊണ്ട് കൂടുതൽ ഇരുട്ട് വ്യാപിച്ചു. പ്രഭാതത്തിൽ പത്രക്കാരൻ പൗലോസിൻ്റെ കൂവിളി കേട്ടാണ് നമ്മുടെ നായകൻ ഉണരുന്നത്. ആൽഫ്രഡ് സാറേ, ഇതാ ഒരു പ്രോഗ്രാമുണ്ട്, എഴുത്തുകാരെല്ലാം ഒത്തിണങ്ങുന്നു പോലും, അങ്ങ് കോഴിക്കോടാണെന്നാണ് കേട്ടത്. അയാൾ പത്രം ആൽഫ്രഡിന് നേരെ നീട്ടി. പത്രത്തിലേക്ക് നോക്കി പത്രക്കാരൻ പൗലോസിനോട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ സൈക്കിൾ ചവിട്ടി അകന്നിരുന്നു. ആൽഫ്രഡ് പത്രവുമായി ഉള്ളിലേക്ക് നടന്നു. കുടിക്കാനായി വച്ചിരുന്ന ചായയിൽ ഈച്ച ചത്തുകിടക്കുന്നു. ദേഷ്യത്തോടെ ചായ എടുത്ത് പുറത്തേക്ക് മറിച്ചിട്ട് ആൽഫ്രഡ് ധൃതിയിൽ ഒരു ബാഗിലേക്ക് 2 വസ്ത്രങ്ങൾ തിരികെ കയറ്റി. പോക്കറ്റിൽ നിന്നും ഭാഗികമായി കത്തിത്തീർന്ന പേപ്പർ എടുത്ത് ബാഗിലേക്ക് വെച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേപ്പറില്ലേ, അതേ പേപ്പർ. ശേഷം പത്രവും ചുരുട്ടിപ്പിടിച്ച് അയാൾ ഇറങ്ങി. ആൽഫ്രഡ് നടന്നു നീങ്ങവേ അയൽക്കാരായ റോസിയും ടെസ്ലയും അയാളെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. ആൽഫ്രഡ് നാട്ടുകാർക്കെല്ലാം നിഗൂഢത നിറഞ്ഞ ഒരു മനുഷ്യനാണ്. ചൂടുകാലത്ത് പോലും നമ്മുടെ നായകൻ തൊപ്പിയും ഷൂസും കോട്ടുമൊക്കെ ധരിച്ചാണ് നടക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും നിഗൂഢത തോന്നാതിരിക്കുമോ അല്ലേ? അയാളുടെ എഴുത്തിലും ആ നിഗൂഢത നിഴലിച്ചിരുന്നു. എല്ലാ എഴുത്തുകളും ഒരേ സ്ത്രീയിൽ ചെന്ന് അവസാനിക്കുന്നത് പോലെ. എങ്കിലും അയാളുടെ എഴുത്തുകൾ വാങ്ങിക്കാൻ ഒരുപാട് പേരുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ ഒരു ടോർച്ചുമായി ആൽഫ്രഡ് ഇടവഴിയിലൂടെ സഞ്ചരിക്കും. ഇപ്പോൾ ആൽഫ്രഡ് ഒരു ട്രെയിനിലാണ്. ഒരുപാട് നാടോടി സ്ത്രീകൾ ആ കമ്പാർട്ട്മെൻറ്റിലൂടെ ബഹളം വെച്ച് കടന്നു പോകുന്നുണ്ട്. സഞ്ചിയും ബലൂണും ഇരുമ്പ് തണ്ടുകളൊക്കെയായാണ് അവർ കയറുന്നത്. അവരോടൊപ്പം ഒരു ദുർഗന്ധവും അവിടെ ആകെ നിറയുന്നു. അതിലൊരു സ്ത്രീയെ നോക്കി 2 നാടോടി ചെക്കന്മാർ കമൻ്റ് അടിക്കുന്നു. കുറച്ച് സെക്സി ആയിട്ടാണ് അവളുടെ വസ്ത്രധാരണം. അത് പുരുഷന്മാരെ വലയിടാനുള്ള തന്ത്രമാണെന്നത് മറ്റൊരു സത്യം. പെട്ടെന്ന് ആ സ്ത്രീ ആ 2 പുരുഷന്മാരുടെ മടിയിലേക്ക് വീണു. പിന്നീട് അവിടെ നടന്നത് വലിയൊരു ബഹളം തന്നെയായിരുന്നു. ആൽഫ്രഡ് ആ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. രാത്രി കൂടുതൽ ക്രൂരനായി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം കഷ്ടപ്പെട്ടാണ് ഇരുളിനെ കീറിമുറിക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ കുറച്ചധികം സാമൂഹ്യ വിരുദ്ധർ ഇരിപ്പുണ്ട്. സിഗരറ്റും പാൻപരാഗും ബ്രാൻഡിയും ചേർന്നൊരു നാറ്റം അവിടെയാകെ പരക്കുന്നു. ആൽഫ്രഡ് അവരോട് ഏതോ ഒരു കോളേജിൻ്റെ ലൊക്കേഷൻ ചോദിച്ചറിയുകയാണ്. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ മറ്റൊരു കണ്ണിലൊടുക്കി. പരിചിതമായ കണ്ണുകൾ. ആ കണ്ണുകളിൽ ഭയവും ദൈന്യതയും കാണാം. അജോ, ആൽഫ്രഡ് അറിയാതെ വിളിച്ചു. അത് കേട്ടതും അയാൾ എണീറ്റോടി. കീറിപ്പറഞ്ഞ ഒരു മുണ്ട് മാത്രമാണ് വസ്ത്രം, മെലിഞ്ഞൊട്ടിയ ശരീരം. ആൽഫ്രഡ് പിന്നാലെ ഓടി. 2 പേരും ചെന്നെത്തിയത് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ്. എടാ, ഞാൻ ഒന്നും ചെയ്തില്ലടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ആൽഫ്രഡ്, ഞാൻ പറയുന്നത് കേൾക്ക്. അജോ ആൽഫ്രഡിനോട് കേണുകൊണ്ടാണ് പറയുന്നത്. എങ്കിൽ ആൽഫ്രഡ് ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. നീ ഒന്നും പറയണ്ട. ആൽഫ്രഡ് അലറി. നീ അവളെ എന്താ ചെയ്തത്? ഈ 42 വർഷം ഞാൻ ജീവിച്ചിരുന്നത് തന്നെ നിന്നെ കണ്ടെത്താനാടാ. രാത്രിയിൽ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലയുന്നത് നിന്റെ ചോരയുടെ ഗന്ധം തേടിയിട്ടാ. പെട്ടെന്ന് ആൽഫ്രഡ് തൻ്റെ പഴയ ഓർമ്മകളിലേക്ക് വഴുതി വീണു. ആൽഫ്രഡും അജോയും കോളേജിലെ സുഹൃത്തുക്കളായിരുന്നു. അവരുടെ കോമൺ ഫ്രണ്ടായിരുന്നു സുഹ്റ. സുഹ്റ നമ്മുടെ കഥയിലെ പുതിയ കഥാപാത്രമാണ് കേട്ടോ. ആൽഫ്രഡിൻ്റെ ഉറക്കം കെടുത്തിയ സുന്ദരി. ഒരുപാട് തവണ പറയാൻ തുനിഞ്ഞെങ്കിലും ഫ്രണ്ട്ഷിപ്പ് പോകുമോ എന്നുള്ള പേടിയായിരുന്നു പറയാതിരിക്കാനുള്ള കാരണം. അങ്ങനെ കോളേജ് അവസാനിക്കാറായി. അവസാന സെമസ്റ്റർ എക്സാമും കഴിഞ്ഞപ്പോഴാണ് ആൽഫ്രഡ് തൻ്റെ പ്രണയം തുറന്നു പറയാൻ തീരുമാനിച്ചത്. സുഹ്റയ്ക്കും പലതും പറയാനുണ്ടെന്ന് ആൽഫ്രഡിന് തോന്നി. ആ രാത്രിയായിരുന്നു ഒക്കെയും മാറി മറിഞ്ഞത്. അജോ സുഹ്റയെ ഗേൾസ് ഹോസ്റ്റലിൽ നിന്നും പുറത്തെത്തിച്ച് ആൽഫ്രഡിനടുത്ത് കൊണ്ടുവരാമെന്നേറ്റു. അവളോട് എന്തെങ്കിലും കള്ളം പറയാമെന്നാണ് അജോ പറഞ്ഞത്.
പക്ഷേ അജോയും സുഹ്റയും നേരം വെളുത്തിട്ടും എത്തിയില്ല. പിറ്റേ ദിവസം പത്രത്തിലാണ് അജ്ഞാത ജഡം കണ്ടെത്തിയെന്ന ന്യൂസ് ആൽഫ്രഡ് കാണുന്നത്. ആ പെൺകുട്ടി സുഹ്റയായിരുന്നു. പിന്നീട് അജോ എന്ന സഹപാഠിയെ കാണാതായി. പക്ഷേ സുഹ്റയുടെ മരണകാരണം ഇന്നും കണ്ടെത്താനായിട്ടില്ല. ആ ചിന്തയിൽ നിന്നുണർന്ന ആൽഫ്രഡ് കാണുന്നത് മരിച്ചു കിടക്കുന്ന അജോയെയാണ്. അല്ല, കൊല്ലപ്പെട്ട് കിടക്കുന്ന അജോ. അതെ, ആൽഫ്രഡ് അയാളെ കൊന്നു. 42 വർഷങ്ങളായി അയാൾ കരുതി വെച്ചിരുന്ന കത്തി കൊണ്ട് തന്നെ അജോ മരിച്ചു വീണു. പെട്ടെന്ന് കാർമേഘം പൊട്ടിക്കരഞ്ഞു. മഴ തിമിർത്തു പെയ്തു. ആൽഫ്രഡ് ആൽമരച്ചുവട്ടിലിരുന്ന് അലറിക്കരഞ്ഞു. ഭാഗികമായി കീറിയ ആ പേപ്പർ ഒരു കത്തായിരുന്നു. 42 വർഷങ്ങൾക്ക് മുൻപ് ആൽഫ്രഡ് തൻ്റെ പ്രണയിനിക്ക് വേണ്ടി അവളോട് പറയാൻ എഴുതിവെച്ച പല വാക്കുകളായിരുന്നു ആ കത്തിൽ അയാൾ ഇത്രയും സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്നത്. പക്ഷേ അങ്ങകലെ മീസാൻ കല്ലിനോട് ചേർന്ന് ഒരു മൈലാഞ്ചി ചെടിയുണ്ട്, സുഹ്റയുടെ ഖബറിൻ്റെ തണൽ. പക്ഷേ കത്തുവായന മൈലാഞ്ചിച്ചെടിക്ക് അറിയില്ലല്ലോ, അല്ലേ? ഇരുണ്ട വസ്ത്രം ധരിച്ച ആൽഫ്രഡ് ഇരുളിൽ റെയിൽപാതയിലൂടെ നടന്നു നീങ്ങി. മുന്നിൽ ഒരു ട്രെയിൻ ചീറിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. കാണാത്തതാണോ കണ്ടതായി നടിക്കാത്തതാണോ എന്നറിയില്ല. ആൽഫ്രഡ് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാരെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ.